അങ്ങനെ SSLC പരീക്ഷയുടെ ആദ്യ ദിനം കഴിഞ്ഞിതാ കുട്ടികൾ പരീക്ഷ എഴുതി ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. മലയാളവും ഭാഷാ വിഷയങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യ ദിവസം. ഏതായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് പറയാനുള്ളത്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികളെല്ലാം സമയം കിട്ടിയോടാ പരീക്ഷ? ബുദ്ധിമുട്ട് കുഴപ്പമില്ലായിരുന്നു. കിടിലായിരുന്നു. പിന്നെ പരീക്ഷ കിടിലായിരുന്നു. ഇതേപോലെ കാണാം പരീക്ഷ. ടീച്ചർമാരെ കിടില്ല. പിന്നെ ഉഷാറാണ്. വിചാരിച്ച എല്ലാ ചോദ്യം വന്നിട്ടുണ്ട്. നമ്മള് പിന്നെ പഠിക്കൂലേ. പിന്നെ നമ്മള് രാജുഭായോടെ സൂപ്പർ എല്ലാം എഴുതി കൊള്ളായിരുന്നു. സമയം കിട്ടിയോ? പരീക്ഷ കിട്ടി. ആവശ്യം സമയം കിട്ടിയോ? ഉണ്ടായില്ല. നല്ല പരീക്ഷ. നല്ല പരീക്ഷയായിരുന്നു. ഇതാണ് ഏതായാലും ആദ്യ പരീക്ഷ മലയാളമാണ്. മലയാളം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പൊ ആദ്യ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എളുപ്പമായിരുന്നു. വിചാരിച്ച ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾക്ക് പറയാനുള്ളത്. പക്ഷേ ചില സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അങ്ങനെ സമയം കൃത്യമായി കിട്ടിയില്ല എന്നുള്ളത്. ബാക്കി വിചാരിച്ച ചോദ്യങ്ങൾ വന്നു. ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു എന്നുള്ളത് തന്നെയാണ് കുട്ടികൾക്കെല്ലാം പറയാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും അടുത്ത പരീക്ഷ തിങ്കളാഴ്ചയാണ്. കുറച്ച് ദിവസം കൂടിയുണ്ട്. ഇംഗ്ലീഷാണ് പരീക്ഷ. ഏതായാലും കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് സമയം തന്നിട്ടില്ല. വളരെ മോശം. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല, എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ടൈം കിട്ടിയില്ല. ടൈം കുറച്ച് കുറവായിരുന്നു. വിചാരിച്ച ചോദ്യങ്ങളൊക്കെ വന്നു. മലയാളമായിരുന്നു അല്ലേ? മലയാളം ഇഷ്ടപ്പെട്ടു പരീക്ഷ? എളുപ്പമുണ്ടായിരുന്നു. എഴുതി ഏതായാലും എളുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. സമയമൊക്കെ കിട്ടി. എനിക്ക് സമയമൊക്കെ കിട്ടി. അങ്ങനെയായിരുന്നു. കറക്റ്റ് 11:15 തന്നെ എഴുതി തീർന്നു. ചോദ്യങ്ങളൊക്കെ വന്നു. വിചാരിച്ച ചോദ്യങ്ങളൊക്കെ വന്നു. എന്തോ ഭാഗ്യം കൊണ്ട് എഴുതി തീർന്നു. ഏതായാലും ചിലർക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് സമയം കിട്ടാത്തതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ആദ്യമായി SSLC പരീക്ഷയുടെ ആദ്യ ദിവസത്തിലേക്ക് കയറുന്ന ചില ടെൻഷനുകളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി വരുന്ന കുട്ടികളുടെ മുഖത്ത് നല്ല സന്തോഷമാണ് കാണാനുള്ളത്. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. ആരും ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ എങ്ങനെ ഇപ്പൊ അവസ്ഥ? ഇറങ്ങിയപ്പോഴത്തേക്കും കുഴപ്പമില്ല. ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. പരീക്ഷ ഈസി ആയിരുന്നു. നല്ല എളുപ്പമായിരുന്നു. വിചാരിച്ച ചോദ്യങ്ങളൊക്കെ വന്നു. നല്ല എളുപ്പമായിരുന്നു. പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ വന്നോളൂ. ഇനിയിപ്പോ ഇംഗ്ലീഷ് ആണല്ലേ? ഇംഗ്ലീഷ് കുറച്ച് ദിവസം ഉണ്ട് പഠിക്കാൻ. ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ ടെൻഷനൊക്കെ ഒന്ന് ഓക്കെ ആയി, ബാലൻസ്ഡ് ആയി. അടുത്ത് ഉഷാറാക്കുമല്ലോ. ഓക്കെ, അതാണ്. അതായത് ഒന്നാമത്തെ പരീക്ഷ തന്നെ കുറച്ച് എളുപ്പമായിരുന്നു. വിചാരിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം ലഭിച്ചു. അതുകൊണ്ട് അടുത്ത പരീക്ഷയിലും നല്ല ആത്മവിശ്വാസത്തിലാണ് കുട്ടികളുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം, രക്ഷിതാക്കളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. രാവിലെയും രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവിടാനായി എത്തി ഇങ്ങനെ ടെൻഷനായ മുഖത്തോടെ നിൽക്കുന്ന കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ കുട്ടികൾ ഇങ്ങനെ സന്തോഷത്തോടെ പുറത്തിറങ്ങിയപ്പോൾ അമ്മമാർക്കും ഭയങ്കര സന്തോഷം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇംഗ്ലീഷ് പരീക്ഷയാണ് തിങ്കളാഴ്ച വരാൻ പോകുന്നത്. കുറച്ച് ദിവസമുണ്ട്. ഒപ്പം തന്നെ ഈ പരീക്ഷ കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇനി പരീക്ഷ എഴുതാൻ ടെൻഷൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ മാറുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ പരീക്ഷ തന്നെ എളുപ്പമാണ് എന്നുള്ളതാണ് SSLC പരീക്ഷയുടെ ഒന്നാം ദിനത്തിൽ പരീക്ഷ എഴുതി വരുന്ന കുട്ടികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.